التمسك بالأثر نجاه. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين، أما بعد. الحديث التاسع، ഒൻപതാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കാൻ പോകുന്നത്. الحديث التاسع عن علي بن أبي طالب رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم: لعن الله من لعن والده، ولعن الله من ذبح لغير الله، ولعن الله من آوى محدثا، ولعن الله من غير منار الأرض. رواه مسلم. عن علي بن أبي طالب رضي الله عنه قال قال رسول الله صلى الله عليه وسلم: لعن الله من لعن والده. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലഅന അല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ലഅന വാലിദഹു, തൻ്റെ പിതാവിനെ ശപിച്ചവനെ, വലഅന അല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് അറവ് നടത്തിയവനെ, വലഅന അല്ലാഹു മൻ ആവ മുഹ്ദിസൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു, മൻ ആരാണോ ആവ അഭയം നൽകിയത്, മുഹ്ദിസൻ ഒരു മുഹ്ദിസിന്, അയാളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വലഅന അല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദി, ഭൂമിയുടെ അതിർവരമ്പുകൾ മാറ്റി നിശ്ചയിച്ച ആൾ, അയാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. റവാഹു മുസ്ലിം. 4 വിഭാഗം ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചു എന്നാണ് ഹദീസിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മളുടെ ചർച്ച വരുന്നത് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ എന്ന ഭാഗമാണ്. എന്നാൽ അതിലെ ഒന്നാമത്തെ കാര്യം ലഅനല്ലാഹു മൻ ലഅന വാലിദഹു, സ്വന്തം പിതാവിനെ ശപിച്ചവനെ റബ്ബ് ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? മുനാവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫൈദുൽ ഖദീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഹാദാ മിൻ ബാബി തസബ്ബുബ്, തസബ്ബുബിന്റെ ബാബിലാണ് ഇത്തരത്തിൽ ഇയാൾ ശപിക്കപ്പെടാനുണ്ടായ കാരണം എന്ന് സൂചിപ്പിക്കുകയാണ്. അഥവാ ഇയാൾ നേർക്ക് നേരെ പിതാവിനെ ശപിക്കുക ആയിരുന്നില്ല, ഇയാൾ ശാപത്തിന് കാരണക്കാരനാവുകയാണ് ചെയ്തത്. തൻ്റെ പിതാവിനെ ശാപത്തിന് കാരണക്കാരനാവുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? മറ്റു ചില റിവായത്തുകളിൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതുപോലെ ഈ വ്യക്തി മറ്റൊരാളുടെ പിതാവിനെ ശപിക്കുന്നു, അങ്ങനെ അയാൾ ഇയാളുടെ പിതാവിനെ ശപിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇയാൾ കാരണക്കാരനായിട്ടാണ് തൻ്റെ സ്വന്തം പിതാവ് ശപിക്കപ്പെട്ടത്. അതാണ് ഇവിടെ ഉദ്ദേശം എന്ന് ഉലമാക്കൾ പറഞ്ഞതായിട്ട് കാണാം. കാരണം ശേഷം അദ്ദേഹം അത് വിശദീകരിച്ചതിന് ശേഷം പറയുന്നു വലഅല്ല വജ്ഹ തഫ്സീരിഹി ബിദാലിക,
എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിശദീകരണത്തിലേക്ക് പോകാനുള്ള കാരണം? അത് ഇസ്തിബാദുഹു അൻ യസുബ്ബ അർ-റജുലു വാലിദൈഹി ബിൽ മുബാശറ. ഒരു വ്യക്തി തന്റെ സ്വന്തം പിതാവിനെ നേർക്കുനേരെ അസഭ്യം പറയുക, ചീത്ത വിളിക്കുക, ശപിക്കുക എന്നുള്ളത് അത് അങ്ങേയറ്റം വിദൂരമായൊരു കാര്യമാണോ എന്നുള്ളത് കൊണ്ടാണ് ഉലമാക്കൾ അത്തരത്തിലൊരു വിശദീകരണം നൽകിയത് എന്ന് അദ്ദേഹം ശേഷം സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതിൽ വരുന്ന മറ്റൊരു ചർച്ച ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ. ഇവിടെ മുനാവി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നു, മുഹ്ദിസൻ എന്നത് രണ്ട് നിലക്ക് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അഥവാ മുഹ്ദിസൻ ദാലിന് കെസറായിട്ടും മുഹ്ദസൻ ദാലിന് ഫത്ഹായിട്ടും ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ദാലിന് കെസറായി പറഞ്ഞാൽ മുഹ്ദിസൻ എന്ന മഅന പറഞ്ഞാൽ ഐ ജാനിയൻ, കുറ്റക്കാരനായ തെറ്റുകാരനായ ഒരു മനുഷ്യൻ, അയാളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇയാൾ എന്ത് ചെയ്തു? പരിശ്രമിച്ചു. അപ്പോ ഇയാൾ ചിലപ്പോൾ ഏതെങ്കിലും നിലക്കുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തിയായിരിക്കും. ചിലപ്പോൾ കൊലപാതകമോ അതല്ലെങ്കിൽ വ്യഭിചാരമോ മറ്റെന്തെങ്കിലും ചെയ്ത വ്യക്തിയായിരിക്കും. ഇയാളെ ഈ വ്യക്തി എന്ത് ചെയ്തു? സംരക്ഷിച്ചു നിർത്തി. ഈ ശിക്ഷ നൽകപ്പെടാത്ത രൂപത്തിൽ ഇയാളെ സംരക്ഷിച്ചു നിർത്തി. അതുകൊണ്ടാണ് ഇയാൾ ശപിക്കപ്പെട്ടത് എന്ന് മുഹ്ദിസൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. രണ്ടാമത്തത് മുഹ്ദസൻ. മുഹ്ദസൻ അഥവാ അൽ അംറൽ മുബ്തദ, പുതുനിർമ്മിതിയായ കാര്യം അഥവാ ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യം എന്നതിനെയും ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം. അപ്പൊ മുഹ്ദസിനെ സംരക്ഷണം കൊടുത്തവൻ, അയാളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. പുതുനിർമ്മിതികൾക്ക് സംരക്ഷണം കൊടുത്തവൻ. അതിൽ വിശദീകരിക്കും മുനാവി റഹ്മഹുല്ലാഹ് പറയുന്നു, ഐ അൽ ഈവാഉ തഖ്രീർ അലൈഹി വൽറിദാ ബിഹി. ഒരാൾ അതിനെ സ്ഥിരീകരിക്കുകയും അതിൽ താല്പര്യം കാണിക്കുകയും അതിൽ തൃപ്തിപ്പെടുകയും ചെയ്തുകൊണ്ട് ഒരു പുതുനിർമ്മിതിയായ ഒരു കാര്യത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കുക. ഇങ്ങനെയുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കാം. അതിനുശേഷം അവസാനം പറയുന്നത് വലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദി. മനാറുൽ അർദ് എന്ന് പറഞ്ഞാൽ അൽ അലാമ അല്ലതി തുജഅലു ബൈന ഹദ്ദൈൻ ലിൽ ജാറൈൻ. രണ്ട് അയൽക്കാരായ ആളുകളുടെ അവരുടെ സ്ഥലം നിർണയിക്കാനുള്ള ഹദ്, അതിർവരമ്പ്, അതാണ് മനാറ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ മനാറിനെ ഇയാൾ എന്ത് ചെയ്തു? തന്റെ ഭൂമിയിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൽ ഭേദഗതി വരുത്തി. അതുകൊണ്ട് ഫയകൂനു ഫീ മഅനൽ ഗാസിൽ, ഇയാൾ ആരായി മാറി? ഈ സ്ഥലം തട്ടിയെടുത്തവനായി മാറി. അപ്പൊ ഇയാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. തന്റെ അതിർവരമ്പ് സഹോദരന്റെ അതിർവരമ്പിലേക്ക് കയറ്റി അയാളുടെ സ്ഥലം തന്റേതാക്കി മാറ്റിയ വ്യക്തി, അങ്ങനെ ആ സ്ഥലം തട്ടിയെടുത്ത വ്യക്തി, അയാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്നാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഹദീസിന്റെ ഈ പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശരി, ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് വന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ ചർച്ച പ്രധാനമായും ലഅനല്ലാഹു മൻ അദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നടത്തിയ അറവ്, അങ്ങനെ നടത്തിയ വ്യക്തിയെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇവിടെ ദബഹ് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നു ഖത്ഉൽ ഔദാജ്, കഴുത്ത് മുറിക്കുക. ഇനി ദിബ്ഹ് എന്നും പറയാറുണ്ട്. പക്ഷെ ദിബ്ഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അസ്സബീഹ, ആരാണോ എന്താണോ അറുക്കപ്പെട്ടത് അതാണ് ദിബ്ഹ്. ദിബ്ഹ് എന്ന് പറഞ്ഞാൽ അറവ്, ദിബ്ഹ് എന്ന് പറഞ്ഞാൽ അറുക്കപ്പെട്ട വസ്തു അല്ലെങ്കിൽ ആ ജീവി. ഇനി
ഇവിടെ മറ്റൊരു പദപ്രയോഗമാണ് അന്നഹർ. നഹർ, ദബഹ്, നഹർ. അറവ് രണ്ട് രൂപത്തിൽ നടത്തും. ഒന്ന് ദബഹാണ്, സാധാരണ നമ്മൾ കോഴി, പോത്ത്, ആടൊക്കെ അറക്കുന്നത് പോലെ. മറ്റൊന്ന് നഹറാണ്. നഹർ എന്ന് പറഞ്ഞാൽ അത്താഅനു ഫിൽ നഹരി ഐ അസ്സദർ, ഒരു ജീവിയുടെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കുക. അത് സാധാരണയായി അത്തരത്തിൽ അറവ് നടത്തുന്നത് ഒട്ടകം പോലെയുള്ള ജീവികൾക്കാണ്. അത് നിൽക്കെ തന്നെ, എഴുന്നേറ്റ് നിൽക്കെ തന്നെ എന്ത് ചെയ്യും, അതിനെ കത്തി കുത്തി ഇറക്കി എന്ത് ചെയ്യും, അറവ് നടത്തും. ആ നഹറും ശറഈൽ അനുവദിക്കപ്പെട്ട രൂപം തന്നെയാണ്. ഇനി ഈ ദബഹ് 4 തരംതിരിക്കപ്പെടും. കാരണം നമുക്കറിയാം, ഏതൊരു അറവും അത് ഷിർക്കാണെന്നോ അല്ലെങ്കിൽ ഹറാമാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അതിൽ മുബാഹായതുണ്ട്, മുസ്തഹബായതുണ്ട്, ഷിർക്കായതുണ്ട്, മുഹറമായതുണ്ട്. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് എന്ന പേരിൽ അറുത്തത്. അത് ഉദാഹരണത്തിന് ഹദിയ പോലെ, ഉദ്ഹിയ്യത്ത് പോലെ, അഖീഖ പോലെ ഇത്തരത്തിലുള്ള അറവുകളൊക്കെ ഇബാദത്തിന്റെ ഇനത്തിൽ വരുന്നവയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇറാഖത്തുദ് ദമി ലില്ലാഹി അബ്ലഹു ഫിൽ ഖുദൂഇ വൽ ഇബാദത്തി ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അറുക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഏറ്റവും വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട്, താഴ്മ കാണിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരു ഇബാദത്താണ്. വലിഹാദാ കാന ഉബ്ബാദു ശയാത്തീൻ വൽ അസ്നാം യസ്ബഹൂന ലഹാ അസ്ദബായിഹ അയ്ദാ. അതുകൊണ്ടാണ് ഈ പിശാചിനെ ആരാധിക്കുന്നവരും വിഗ്രഹാരാധകരുമൊക്കെ അവരുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഈ പിശാചുകൾക്ക് വേണ്ടിയും ഒക്കെ അറവ് നടത്തുന്നത്. കാരണം ഈ അറവ് നടത്തുക എന്നുള്ളത് ഏറ്റവും ഒരു വളരെ അടുക്കുന്ന അല്ലെങ്കിൽ വളരെ വിധേയത്വം പ്രകടിപ്പിക്കുന്ന ഒരു ഇബാദത്തായിട്ടാണ് ഷെയ്ഖ് അതിനെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ആരാധന നടത്തുന്ന വ്യക്തിയും താൻ ആരാധിക്കുന്ന ആ വസ്തുവിന് വേണ്ടി ഇത്തരത്തിൽ അറവ് നടത്തുക എന്നുള്ളത് അങ്ങേയറ്റം കാണിക്കുന്ന ഒരു താഴ്മയും വിധേയത്വവുമാണ് എന്നാണ് അദ്ദേഹം ആ സൂചിപ്പിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് അനുവദിക്കപ്പെടുന്ന അറവാണ്. അനുവദിക്കപ്പെടുന്ന അറവ് അത് സാധാരണ നിലക്ക് നമ്മളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി അറുക്കുന്ന അറവാണ്. നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാനൊക്കെ സാധാരണ നിലക്ക് നമ്മൾ ജീവികളെ അറുത്ത് ഭക്ഷണമാക്കുന്നത്, അത് അനുവദിക്കപ്പെടുന്ന അറവാണ്. മൂന്നാമത്തേത് മുഹറമാണ്, അഥവാ ഹറാമാക്കപ്പെട്ട അറവ്. അത് ഏതാണ്? അഥവാ മുശ്രിക്കീങ്ങള് ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഇടങ്ങളിൽ വെച്ചിട്ടുള്ള അറവ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ചർച്ച വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ മുശ്രിക്കീങ്ങള് ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ആ ഇടങ്ങളിൽ വെച്ച് എന്ത് ചെയ്യുക? നമ്മൾ അറവ് നടത്തുക. അതുകൊണ്ടാണ് ഹദീസിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ലാ അഖറ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ അഖറില്ല. ഇതിനെ വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറയാണ്, ഇമാം അബ്ദുൽ റസാഖ് റഹിമഹുല്ലാ ഈ ഹദീസിന്റെ റുവാത്തുകളിലാണ്. അദ്ദേഹം പറയുന്നത് കാനൂ യഅഖിറൂന ഇൻദൽ ഖബ്രി ബഖറതൻ ഔ ഷാതൻ. ഇവര് ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ആടിനെയും അതുപോലെ തന്നെ പശുവിനൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? അവരുടെ ഖബറുകളുടെ സമീപത്ത് വെച്ച് അറുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? അത്തരത്തിലൊരു നടപടിക്രമം ഇസ്ലാമിലില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുണ്ടായ കാരണം. ഇനി മറ്റൊന്ന് മുസ്തഹബായ അറവ്. മുസ്തഹബായ അറവ് അത്
ഏതാണ്? നമ്മുടെ വീട്ടിലേക്ക് അതിഥികളൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടി അറുത്തു കൊടുക്കുന്ന അറവ്, ഇതാണ് മുസ്തഹബായ അറവ്. അപ്പൊ അറവിൽ എന്തുണ്ട്? മുബാഹായതുണ്ട്, മുസ്തഹബായതുണ്ട്, ഇബാദത്തായതുണ്ട്, അതുപോലെ തന്നെ ഷിർക്കായതും ഉണ്ട്. അതാണ് നാലാമത്തത്, ഷിർക്കായ അറവ്. അത് ഷിർക്കുൻ അക്ബർ ആയിരിക്കും, മുഖ്രിജുൻ അനിൽ മില്ല, ഇസ്ലാമിൽ നിന്ന് തന്നെ അയാൾ എന്താക്കും? പുറത്താക്കി കളയും. കാരണം എന്താണ്? കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ഒരു ഇബാദത്താ. അറവ് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്താൽ അത് വലിയാവാം, ഖബറിൽ കിടക്കുന്ന വ്യക്തിയാവാം, ആരാണെങ്കിലും അയാൾക്ക് വേണ്ടി അറുക്കുന്നതോടുകൂടെ അയാൾ എന്താ ചെയ്തിരിക്കുന്നത്? ഷിർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. എന്നിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ പല പണ്ഡിതന്മാരും ഇജ്മാ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അഥവാ ഇത് കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ് എന്ന് പല പണ്ഡിതന്മാരും ഇജ്മാ ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തത് ഇതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ചർച്ച, മുസ്ലിമീങ്ങളല്ലാത്തവർ അറുത്തത് ഭക്ഷിക്കുന്നതിന്റെ ഹുക്ം എന്താണ്? ഒന്നാമത്തത് മുർത്തദ്ദാണ്, അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വ്യക്തി. അതില് പല ഉലമാക്കളും ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്, അവരറുത്തത് ഭക്ഷിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയൊരു വ്യക്തി അറുത്തത് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല. ഇബ്നു ഹസം റഹിമഹുല്ല അദ്ദേഹം ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. മറ്റൊന്ന് മജൂസി, വസനി, വിഗ്രഹാരാധകരും അതുപോലെ തന്നെ അഗ്നി ആരാധകരുമായിട്ടുള്ള ആളുകൾ, അവർ അറുത്തത് അതും ഇത്തരത്തിൽ ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല. വിഗ്രഹാരാധകരും അഗ്നി ആരാധകരുമൊക്കെ അറുത്തത് ഇബ്നുൽ മുൻദിർ റഹിമഹുല്ല ഇജ്മാ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നസാറാക്കൾ അല്ലെങ്കിൽ യഹൂദികൾ, അവർ അറുത്തത് ഭക്ഷിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. അവർ അറുത്തത് ഭക്ഷിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. എന്നാൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം, നസാറാക്കൾ അല്ലെങ്കിൽ യഹൂദികൾ അവരുടെ ഖനീസകളിലേക്ക്, അഥവാ അവരുടെ പള്ളി, ആ പള്ളികളിലേക്ക് അറുത്തത്, അല്ലെങ്കിൽ അവരുടെ ആഘോഷ ദിവസങ്ങളിൽ അറുത്തത്. മാത്രമല്ല ആ അറവിൽ അവർ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ അറുത്തു. ഇങ്ങനെയൊക്കെ അറവ് നടത്തിയാൽ അത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ? ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതായിട്ട് കാണാം. അപ്പോ അവർ അള്ളാഹുവിന്റെ പേരിൽ അറുത്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കഴിക്കാം. അഥവാ അഹ്ലുൽ കിതാബുകാർ, നസാറാക്കൾ, ജൂത നസാറാക്കൾ റബ്ബിന്റെ പേരിൽ അറുത്തതാണെങ്കിൽ നമുക്ക് കഴിക്കാം. നേരെ മറിച്ച് ഈ പറയപ്പെട്ടതുപോലെ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടുകൂടെ അറുത്തതാണെങ്കിൽ അത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൽ ഉലമാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഹനഫി മദ്ഹബ് പ്രകാരം അത് ഹറാമാണ്. എന്നാൽ മാലിക്കി മദ്ഹബ് പ്രകാരം അത് മക്രൂഹ് മാത്രമാണ് ആയിത്തീരുക. ചില പണ്ഡിതന്മാർ അത് ജായിസ് ആണ് എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. മാത്രമല്ല നുസൂസുകളുടെ പൊതുവായ ശൈലി അനുസരിച്ച് അള്ളാഹു അല്ലാത്തവർക്കു വേണ്ടി അറുത്തു എന്നതിന്റെ പരിഗണന വെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ വശം. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ തൊട്ട് ശേഷം വരുന്ന ഹദീസിൽ ചർച്ചയും വരുന്നുണ്ട്. ശരി, ഇതാണ് ആ ഹദീസായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചർച്ച.